ഹാൻസ് ജോൺ നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഹാൻസ്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരെ VC നടപടി സ്വീകരിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ വലിയ വിമർശനം, പ്രതിഷേധങ്ങൾ. ഏറ്റവും ഒടുവിൽ SFI പ്രതിഷേധിക്കുന്ന തലസ്ഥാനത്ത് എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അരുണിയ, ഇതിനോടകം തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു രാജ്ഭവൻ ഇത്തരത്തിലൊരു നിർദ്ദേശം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഗവർണർ നൽകിയ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ വൈസ് ചാൻസലറായിട്ടുള്ള കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അനാദരവ് കാട്ടി, അതിനോടൊപ്പം തന്നെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചട്ടവിരുദ്ധ പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ മാസം 25-നായിരുന്നു കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ കാവിക്കൊടി ഇന്ത്യ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ശ്രീ പത്മനാഭ സേവാ സമിതി ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്നതായിരുന്നു ആ പരിപാടി. ഈ പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ ഹാളിൻ്റെ അനുമതി, ഇത്തരത്തിലുള്ള ചിത്രങ്ങളോ മതം ചിഹ്നങ്ങളോ അതിനോടൊപ്പം തന്നെ പ്രസംഗങ്ങളോ ഒന്നും നടത്താൻ കഴിയില്ല, അത് സർവകലാശാലയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രജിസ്ട്രാർ ഈ പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കുന്നത്. ഇതാണ് ഈ വിഷയമാണ് ഇത്തരത്തിലുള്ള രജിസ്ട്രാറുടെ സസ്പെൻഷൻ അടക്കമുള്ള വിവാദങ്ങൾക്ക് വഴിതെളിച്ചത്. ഇതിനോടകം തന്നെ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പലതും നമ്മളിപ്പോൾ കേട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ തന്നെ വ്യക്തമാക്കിയത് ഈ വിഷയത്തെ നിയമപരമായി നേരിടുമെന്നാണ്. കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും. നാളെ തന്നെ ഹൈക്കോടതിയിലോ മറ്റ് ഉന്നത കോടതികളിലോ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ പോകാനാണ് സാധ്യത. അതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. വൈസ് ചാൻസലറുടെ ഈ നടപടി ചട്ടവിരുദ്ധമാണെന്നാണ് അവരുടെ പ്രതികരണം. നിയമവിരുദ്ധമായിട്ടുള്ള വൈസ് ചാൻസലറുടെ ഈ നടപടിക്കെതിരെ നിയമപരമായും അതിനോടൊപ്പം തന്നെ രജിസ്ട്രാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം സർക്കാർ ഇടപെടുന്ന ഒരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടക്കം ചർച്ച ചെയ്തതിനു ശേഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് വൈസ് ചാൻസലറുടെ ഈ നടപടിയിൽ പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോൾ നിലവിൽ വൈസ് ചാൻസലറുടെ നടപടിയിൽ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് രാജ്ഭവനിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് ബാരിക്കേഡ് ചാടിക്കടന്ന പ്രതിഷേധക്കാരെ പോലീസ് തടയുന്ന സാഹചര്യവും ജലപീരങ്കി ഉപയോഗിക്കുന്ന സാഹചര്യമൊക്കെ നിലനിന്നിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ DYFIയും രാജ്ഭവനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് കേരളത്തിൽ മറ്റൊരു നിയമ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഇത് ഇടതുപക്ഷം എങ്ങനെ ഇത് നേരിടും എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ കാണണം. അല്പസമയം മുമ്പ് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള VS ജോയ് പ്രതികരിച്ചത് ഇതൊരു രാഷ്ട്രീയ പോരാണ്, രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഗവർണറുടെ ശുപാർശയിന്മേൽ VC ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കടന്നതെന്ന് കൂടിയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു പോരിനാണ് തുടക്കം കുറിക്കാൻ തുടങ്ങുന്നത്. ആരുണ്യ, അതേ ഉടൻ തന്നെ DYFIയും വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.